വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിന്റെ 4th ചാപ്റ്ററായ റെസിപ്രോക്കൽ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ആദ്യം എന്താണ് റെസിപ്രോക്കൽ എന്ന് നോക്കാം. റെസിപ്രോക്കൽ എന്നാൽ നിങ്ങൾ ഫ്രാക്ഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും മുന്നേ അല്ലേ? അപ്പോൾ ഫ്രാക്ഷനിലെ എന്താണ്, നമ്മൾ മുകളിലുള്ള സംഖ്യയും താഴെയുള്ള സംഖ്യയുടെയും സ്ഥാനം മാറ്റി എഴുതുന്നതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. 2/3 മുകളിലെ സംഖ്യനെ നമ്മൾ എന്തെന്നാ പറയണേ? ന്യൂമറേറ്റർ. മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ? മുകളിലുള്ള സംഖ്യ ന്യൂമറേറ്റർ, താഴെയുള്ള സംഖ്യ ഡിനോമിനേറ്റർ. അപ്പൊ ഇവയെ രണ്ടിനെയും തല തിരിച്ചിടുന്നതാണ് എന്തെന്ന് പറയുന്നത്, റെസിപ്രോക്കൽ എന്ന് പറയുന്നത്. മുകളിലുള്ള സംഖ്യയും താഴെയുള്ള സംഖ്യയും അതിന്റെ സ്ഥാനം മാറ്റിയിടും. അപ്പൊ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 3/2, അതായത് ഡിനോമിനേറ്ററിനെ ന്യൂമറേറ്റർ ആക്കി മാറ്റി, ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്റർ ആക്കി മാറ്റി. ഇപ്പൊ 2/3 നമ്മൾ 3/2 എന്ന് എഴുതി. റെസിപ്രോക്കൽ അതാണ്. അതുപോലെ 5/7, 5/7ന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 7/5. അപ്പം മുകളിലുള്ള സംഖ്യനെ താഴെ സംഖ്യയിലേക്കും താഴെയുള്ളതിനെ മുകളിലേക്കും മാറ്റി എഴുതുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റെസിപ്രോക്കൽ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇനി നമുക്ക് ആക്ടിവിറ്റീസിലേക്ക് പോവാം. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പേജ് നമ്പർ 64ലാണ് കേട്ടോ. 64ലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സുമ ഹാസ് 16 rupees. സുമയുടെ കയ്യിൽ 60 rupees ഉണ്ട്. 16 rupees വിത്ത് ഹർ. സഫീർ ഹാസ് 4 rupees. സഫീറിന്റെ കയ്യിൽ 4 രൂപയുമുണ്ട്. വാട്ട് പാർട്ട് ഓഫ് സുമാസ് മണി ഡസ് സഫീർ ഹാവ്? എന്താ ചോദിച്ചിരിക്കുന്നത്? സഫീറിന്റെ കയ്യിലെ ക്യാഷ് സുമയുടെ ക്യാഷിന്റെ എന്ത് ഭാഗമാണ്, അല്ലെങ്കിൽ എത്ര ഭാഗമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സഫീറിന്റെ കയ്യിലുള്ള പൈസ, ക്യാഷ് അല്ലെങ്കിൽ മണി എന്ന് പറയുന്നത് സുമയുടെ മണിയുടെ എത്ര ഭാഗമാണ്, ക്യാഷിന്റെ എത്ര ഭാഗമാണ് എന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഹൗ മെനി ടൈംസ് സഫീർസ് മണി ഡസ് സുമ ഹാവ്? സഫീറിന്റെ കയ്യിലുള്ള ക്യാഷിന്റെ എത്ര മടങ്ങാണ് സുമയ്ക്കുള്ളത്? അതാണ് ചോദിച്ചിരിക്കുന്നത്. സുമയുടെ കയ്യിൽ, സഫീറിന്റെ കയ്യിലുള്ള കാശിന്റെ എത്ര മടങ്ങാണ് സുമയ്ക്കുള്ളത്? ഇത് രണ്ടുമാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് സഫീറിന്റെ കയ്യിൽ 4 ആണ്, സുമയുടെ കയ്യിൽ 16 ആണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അതിനെങ്ങനെ എഴുതും? 4/16. 16 സുമയുടെ കയ്യിലും 4 സഫീറിന്റെ കയ്യിലും. അപ്പൊ ഇതിന് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. 4 അല്ലേ, 4ന്റെ ടേബിൾ എടുക്കുക. അപ്പോൾ 4ന്റെ ടേബിള് 1 × 4 4, 4 × 4 16, അതായത് 1/4 എന്ന് കിട്ടും. അപ്പൊ സഫീർ ഹാസ് 1/4 പാർട്ട് ഓഫ് സുമാസ് മണി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സഫീറിന്റെ കയ്യിലുള്ള ക്യാഷിന്റെ എത്ര മടങ്ങാണ് സുമയ്ക്കുള്ളത് എന്നാണ് ചോദിച്ചേക്കണേ. അപ്പൊ നമ്മൾ എന്താ എഴുതാം? നേരെ തിരിച്ചല്ലേ, 16/4 എന്ന് ഇടാം. 16/4, 16/4. അപ്പോൾ മോളി ചെയ്ത പോലെ തന്നെ എന്താണ്, 1 × 4 4, 4 × 4 16. അപ്പോൾ സുമയുടെ കയ്യിൽ 4 ടൈംസ് സഫീർസ് മണി. എന്താണ് സുമയുടെ കയ്യിലുള്ളത്? സഫീറിന്റെ ക്യാഷിന്റെ 4 മടങ്ങാണ് സുമയ്ക്ക് ഉള്ളത്. 16/4 എന്നിടുക. നമ്മൾ ഇത് ചെയ്യുമ്പോൾ 16/4നെ വെട്ടിക്കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 4 എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എ ലാർജ് ബാഗ് കണ്ടെയ്നിങ് 9 kilograms ഓഫ് ഷുഗർ. ഒരു വലിയ ബാഗിൽ 9 കിലോഗ്രാം ഷുഗർ ഉണ്ട്. എ സ്മോൾ ബാഗ് കണ്ടെയ്ൻ 6 kilogram. ചെറിയ ബാഗിൽ 6 കിലോഗ്രാം ഷുഗറും ഉണ്ട്. ദ വെയിറ്റ് ഓഫ്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ വെയിറ്റ് ഓഫ് ഷുഗർ ഇൻ ദ ഹെവിയർ ബാഗ് ഈസ് ഹൗ മച്ച് ടൈം ദാറ്റ് ഇൻ ദ ലൈറ്റർ ബാഗ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വലിയ ബാഗിലെ വെയിറ്റ് ചെറിയതിന്റെ എത്ര മടങ്ങാണ്? വലിയ ബാഗിലെ വെയിറ്റ് ചെറിയതിന്റെ എത്ര മടങ്ങാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ദ വെയിറ്റ് ഓഫ് ഷുഗർ ഇൻ ദ ലൈറ്റർ ബാഗ് ഈസ് വാട്ട് പാർട്ട് ഓഫ് ദാറ്റ് ഇൻ ദ ഹെവിയർ ബാഗ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ചെറിയ ബാഗിലെ വെയിറ്റ് വലിയതിന്റെ എത്ര ഭാഗമാണ്? റെസിപ്രോക്കലായിട്ടും നേരെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എന്താണ്, വലിയ ബാഗിലെ വെയിറ്റ് എന്ന് പറയുന്നത് ചെറിയതിന്റെ എത്ര മടങ്ങാണ്? അപ്പോൾ വലിയ ബാഗിൽ 9 ആണ്,
ചെറിയ ബാഗിൽ 6 ആണ്. അപ്പം 9/6. 9/6 എന്ന് പറഞ്ഞത് 9ഉം 6ഉം കോമൺ ആയിട്ട് വരുന്ന ഏത് ടേബിളിലാണ്? 3 ടേബിളിലാണ് അല്ലേ? 3 × 3 9, 2 × 3 6, 3/2 എന്ന് കിട്ടും. ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. 3/2നെ 1/2 എന്നാക്കിയിട്ട് എഴുതാം. അപ്പോൾ ഹെവിയർ ബാഗ് ഈസ്, നിങ്ങൾ ഇവിടം വരെ കണ്ടാലും മതി, 3/2 ടൈംസ് ദ ലൈറ്റർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ചെറിയ ബാഗിലെ വെയിറ്റ് എന്ന് പറയുന്നത് വലിയതിൻ്റെ എത്ര ഭാഗമാണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ വെയിറ്റ് ഓഫ് ഷുഗർ ഇൻ ദ ലൈറ്റർ ബാഗ് ഈസ് വാട്ട് പാർട്ട് ഓഫ് ദാറ്റ് ദ ഹെവിയർ ബാഗ്? ചെറിയ ബാഗിലെ വെയിറ്റ് വലിയതിൻ്റെ എത്ര ഭാഗമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം രണ്ടാമത്തത് നമ്മൾ നേരെ തിരിച്ച് റെസിപ്രോക്കൽ ഇടണം അല്ലേ? ചെറുതിൽ 6 ആണ്, വലുതിൽ 9 ആണ്. അപ്പോൾ നമ്മൾ ഉത്തരവും എന്ത് ചെയ്യും? റെസിപ്രോക്കൽ ആയിട്ട് വരും, 2/3 അല്ലേ? 2 × 3 6, 3 × 3 9, 2/3. അപ്പോൾ ലൈറ്റർ ബാഗ് ഈസ് 2/3 പാർട്ട് ഓഫ് ഹെവിയർ. ഇങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ വെയിറ്റ് ഓഫ് ആൻ അയൺ ബ്ലോക്ക് ഈസ് 6 കിലോഗ്രാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു അയൺ ബ്ലോക്കിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 6 കിലോഗ്രാം ആണ്. ദ വെയിറ്റ് ഓഫ് അനദർ ബ്ലോക്ക് ഈസ് 26 കിലോഗ്രാം. മറ്റൊരു ബ്ലോക്കിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 26 കിലോഗ്രാം ആണ്. ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ വെയിറ്റ് ഓഫ് ദ ലൈറ്റർ ബ്ലോക്ക് ഈസ് വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ഹെവിയർ ബ്ലോക്ക്? അതായത് ചെറിയ ബ്ലോക്കിന്റെ ഭാരമേറിയ ചെറിയ ബ്ലോക്ക് വലിയ ബ്ലോക്കിന്റെ എത്ര ഭാഗമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചെറിയ ബ്ലോക്ക് വലിയതിന്റെ എത്ര ഭാഗമാണ്, അല്ലെങ്കിൽ ഏത് ഭാഗമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നോർമൽ ഫ്രാക്ഷനിൽ അല്ലേ? നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു എത്രയാണ്? ചെറിയ ബ്ലോക്കാണ് അല്ലേ? ചെറിയ ബ്ലോക്കിന്റെ വെയിറ്റ് 6 കിലോയാണ്. അപ്പോൾ 6 മുകളിൽ എഴുതുക. വലിയ ബ്ലോക്കിന്റെ എത്രയാണ്? 26 ആണ്. അപ്പോൾ 6/26. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 3/13 എന്നാണ് ഉത്തരം കിട്ടുക. 3/13 എന്നാണ്. അതെങ്ങനെയാണ്? നമുക്കറിയാം, രണ്ടിൻ്റെ ടേബിളിൽ നോക്കിയാൽ മതി അല്ലേ? 3 × 2 6 ആണ്. പിന്നെ എന്താണ്? നമുക്ക് 13 × 2 എന്ന് പറഞ്ഞാൽ 6 2 26 എന്ന് കിട്ടും. അപ്പോൾ 3/13 എന്ന് കിട്ടും. 3/13. അപ്പോൾ ലൈറ്റർ ബ്ലോക്ക് ഈസ് 3/13 പാർട്ട് ഓഫ് ഹെവിയർ. അതാണ് എഴുതേണ്ടത്. അപ്പോൾ ചെറിയ ബ്ലോക്ക് വലിയ ബ്ലോക്കിന്റെ എത്രയാണ്? ലൈറ്റർ ബ്ലോക്ക് ഈസ് 3/13 പാർട്ട് ഓഫ് ഹെവിയർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ വെയിറ്റ് ഓഫ് ദ ഹെവിയർ ബ്ലോക്ക് ഈസ് ഹൗ മച്ച് ടൈംസ് ദാറ്റ് ഓഫ് ദ ലൈറ്റർ ബ്ലോക്ക്? ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഹെവിയർ ബ്ലോക്ക്, അതായത് വെയിറ്റ് ഉള്ള ബ്ലോക്ക് നമ്മുടെ ലൈറ്റർ ബ്ലോക്കിന്റെ എത്ര മടങ്ങാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ നേരെ തിരിച്ചെഴുതണം. 26/3 എന്നാക്കണം. 26/3 എന്നാക്കണം. 26/3 എന്നാക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഫ്രാക്ഷനും എന്ത് ചെയ്യും? നേരെ തിരിയും. ഇവിടെ 3/13 എന്നുള്ളത് ഇവിടെ എന്തായി? 13/3 എന്നായി. ഇതിനെ വേണമെങ്കിൽ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് ആക്കുമ്പോൾ 1/3 എന്നായി. ഇത് വേണമെന്ന് നിർബന്ധമില്ല. നമുക്ക് 13/3 എന്ന് വരെ എഴുതിയാൽ മതി. അപ്പോൾ ഹെവിയർ ബ്ലോക്ക് ഈസ് 13/3 ടൈംസ് ദ ലൈറ്റർ. ഇനി നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യൻ, ദ ലെങ്ത് ഓഫ് എ റിബൺ ഈസ് 2/3 ടൈംസ് ദ ലെങ്ത് ഓഫ് സ്മോൾ റിബൺ. വാട്ട് പാർട്ട് ഓഫ് ദ ലെങ്ത് ഓഫ് ലാർജ് റിബൺ ഈസ് ദ ലെങ്ത് ഓഫ് ദ സ്മോൾ റിബൺ? എന്താ ക്വസ്റ്റ്യൻ? ഒരു റിബണിന്റെ നീളം എന്ന് പറയുന്നത്, ഒരു റിബണിന്റെ നീളം ചെറിയ റിബണിന്റെ 2/3 ടൈംസ് മടങ്ങാണ്. ഒരു റിബണിന്റെ നീളം എന്ന് പറയുന്നത് ചെറിയ റിബണിന്റെ 2/3 നീളത്തിന്റെ 2/3 മടങ്ങാണ്. അങ്ങനെയാണെങ്കിൽ ചെറിയ റിബണിന്റെ നീളം വലിയതിന്റെ എത്ര ഭാഗമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു റിബണിന്റെ നീളം എന്ന് പറയുന്നത് ചെറിയ റിബണിന്റെ നീളത്തിന്റെ 2/3 ടൈംസ് മടങ്ങാണ്. അങ്ങനെയാണെങ്കിൽ ചെറിയ റിബണിന്റെ നീളം വലിയതിന്റെ എത്ര ഭാഗമാണ്? ചെറിയ റിബണിന്റെ നീളം വലിയതിന്റെ എത്ര ഭാഗമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ഉത്തരം എങ്ങനെ നമ്മൾ എഴുതുക? നമുക്കറിയാം, 2/3നെ നമ്മൾ എന്താക്കണം? 2/3നെ നമ്മൾ സിമ്പിൾ ഫ്രാക്ഷനിലേക്ക് മാറ്റുക. ഇതെങ്ങനെ ചെയ്യണേ? 2/3 2 × 3 ചെയ്യണം. അതിൽ 2 × 3 എത്രയാണ്? 6. 6 + 2 എത്രയാണ്? 8. അപ്പം 8/3 അങ്ങനെ തന്നെ എഴുതുക. 8/3 എന്ന് ഇപ്പോൾ ഉത്തരം കിട്ടും. സിമ്പിൾ ഫ്രാക്ഷനിലേക്ക് ആക്കണത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 8/3. അപ്പോൾ ലാർജ് റിബൺ എന്ന് പറയുന്നത് 8/3 × സ്മോൾ റിബൺ ആണ് അല്ലേ?
അപ്പോൾ നമ്മൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. റെസിപ്രോക്കൽ നേരെ തല തിരിച്ചെടുത്താൽ മതി. അപ്പോൾ സ്മോൾ റിബൺ എന്ന് പറയുന്നത് 3/8 പാർട്ട് ഓഫ് ദ ലാർജ് റിബൺ ആയിരിക്കും. സ്മോൾ റിബൺ എന്ന് പറയുന്നത് റെസിപ്രോക്കൽ, നേരെ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? താഴെയുള്ളതിനെ മേലേക്കും മേലെയുള്ളതിനെ താഴേക്കും ആക്കുന്നതാണ്. അപ്പോൾ ലാർജ് റിബൺ എന്ന് പറയുന്നത് 8/3 ഇൻറ്റു സ്മോൾ റിബൺ ആണെങ്കിൽ സ്മോൾ റിബൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? 3/8 പാർട്ട് ഓഫ് ദ ലാർജ് റിബൺ ആയിരിക്കും. നെക്സ്റ്റ് പേജ് നമ്പർ 67 ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 27 students of a class got A+ in maths. They form 3/4 of the entire class. How many students are there in the class? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ക്ലാസ്സിലെ 27 വിദ്യാർത്ഥികൾക്ക് A+ കിട്ടി. 27 പേർക്ക് A+ കിട്ടി. എന്തില്? മാത്സില്. അവർ മുഴുവനും ആ ക്ലാസ്സിന്റെ 3/4 ആണ്. മനസ്സിലായോ? ആ 27 കുട്ടികളും അവർ മുഴുവൻ ആ ക്ലാസ്സിന്റെ 3/4 ആണ്. അങ്ങനെയെങ്കിൽ ആ ക്ലാസ്സിൽ ആകെ എത്ര കുട്ടികളുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3/4 ഓഫ് ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ്? 27 ആണ്. 3/4 ഓഫ് ടോട്ടൽ എന്ന് പറയുന്നത് 27 ആണ് അല്ലേ? ഇനി ടോട്ടലിന്റെ 3/4 ആണ് എന്തെന്ന് പറയുന്നത്? 27. അപ്പൊ ടോട്ടൽ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 27/3/4 ചെയ്താൽ മതി. ഇപ്പൊ നമുക്കറിയാം റെസിപ്രോക്കൽ ചെയ്യണം. 27/3/4 ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? റെസിപ്രോക്കൽ കാണണം. അതായത് ഈ 4നെ ഇവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. മുകളിൽ കൊണ്ടുപോയി ഇൻറ്റു ചെയ്യണം. അപ്പൊ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? 27 4/3 എന്ന് കിട്ടും. നേരെ ഇതിന്റെ 3/4ന്റെ റെസിപ്രോക്കൽ കാണാം. 3/4ന് റെസിപ്രോക്കൽ 4/3 എന്നാണ്. അപ്പോൾ 4/3 27 4/3. അപ്പോൾ 27 3ല് 1 × 3 3 എത്രയാണ്? 9 × 3 27 ആണ്. അപ്പോൾ 9 × 4 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 36 സ്റ്റുഡൻസ് എന്ന് കിട്ടും. അപ്പോൾ ആ ക്ലാസ്സിൽ മൊത്തം 36 സ്റ്റുഡൻസ് ആണ് ഉള്ളത്. 36 സ്റ്റുഡൻസ് ആണ് ഉള്ളത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2/3 of a bottle was filled with 1/2 liter of water. How many liters of water will the bottle hold? എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു കുപ്പിയുടെ, ഒരു ബോട്ടിലിന്റെ 2/3 ഭാഗം എന്താണ്? 1/2 ലിറ്റർ വെള്ളം കൊണ്ട് നിറച്ചു വെച്ചിരിക്കുകയാണ്. ഒരു കുപ്പിയുടെ 2/3 ഭാഗം എന്താണ്? 1/2 ലിറ്ററും കൊണ്ട് നിറച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ വിൽ ബി ദ ബോട്ടിൽ ഹോൾഡ്? ആ കുപ്പിയുടെ മുഴുവൻ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത് എത്രയാണ്? ആ കുപ്പിക്ക് എത്ര ലിറ്ററും മുഴുവനായിട്ട് ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ 2/3 എന്ന് പറയുന്നത് 2/3 ഭാഗം എത്രയാണ്? 1/2 ലിറ്റർ ആണ് 2/3 ഭാഗത്തിൽ നിറച്ചിട്ടുള്ളത്. 2/3 ഭാഗത്തിൽ. അപ്പോൾ ടോട്ടൽ കപ്പാസിറ്റി കാണാൻ വേണ്ടിയിട്ട് 1/2 ഡിവൈഡഡ് ബൈ എന്താണ്? 2/3 ചെയ്യുക. അന്നേരം ഈ താഴെയുള്ള 2/3നെ നമ്മൾ എന്ത് ചെയ്യണം? മുകളിലേക്ക് കൊണ്ടുപോയിട്ട് റെസിപ്രോക്കൽ ആക്കണം അല്ലേ? അപ്പോൾ 1/2 ഇൻറ്റു, അപ്പോൾ അവിടെ മുകളിലേക്ക് ഇതിനെ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്താവും? ഇൻറ്റു ആവും. ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇൻറ്റു ആവും. ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1/2 ഡിവൈഡഡ് ബൈ 2/3. 1/2 2/3. അപ്പോൾ നമ്മൾ 3നെ ഇവിടേക്ക് കൊണ്ടുപോകുമ്പോൾ 3/2 എന്നാവും അല്ലേ? 3/2 ഇൻറ്റു 3/2 എന്നാവും. അപ്പോൾ അവിടെ നമ്മൾ എങ്ങനെ എഴുതും? 1/2 ഇൻറ്റു 3/2 റെസിപ്രോക്കൽ എടുത്തു 3/2. 1 × 3 3 ഡിവൈഡ് ബൈ 2 × 2 4. അപ്പോൾ 3/4 ലിറ്ററിന് ഉത്തരം കിട്ടും. 3/4 ലിറ്റർ ആണ് ടോട്ടൽ കപ്പാസിറ്റി. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 3/4 ഓഫ് എ വെസൽ ഹോൾഡ്സ് 1/2 liters of water. What is the capacity of the vessel in liters if it is completely filled with water? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു പാത്രത്തിന്റെ ഒരു വെസലിന്റെ 3/4 ഭാഗം എന്താണ്? 1.5 ലിറ്റർ വെള്ളം കൊണ്ട് നിറച്ചു വെച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഫുൾ കപ്പാസിറ്റി എത്ര എന്നാണ്? എത്ര ലിറ്റർ വെള്ളം കൂടെ അതിനകത്ത് ഒഴിച്ചാൽ പൂർണ്ണമാകും എന്നാണ് ചോദിച്ചത്.
3/, ഓഫ് വെസൽ ഹോൾഡ് 1/2 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ അതിൽ നിറയ്ക്കാവുന്ന മാക്സിമം എത്ര ലിറ്റർ വെള്ളം നിറയ്ക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മൂന്നാമത്തേത് നമുക്കറിയാം 1.5 ലിറ്റർ വെള്ളം 3/4 എത്രയാണ്? 3/4 ഭാഗത്താണ് 1.5 ലിറ്റർ വെള്ളം വച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 1.5 എന്ന് പറയുന്നത് എന്താണ്? മിക്സഡ് ഫ്രാക്ഷനിലാണ്, സിമ്പിൾ ഫ്രാക്ഷനിലേക്ക് നമ്മൾ മാറ്റുകയാണ് അല്ലേ? അപ്പോൾ എങ്ങനെയാണ്? 1 × 2 2, 2 + 1 3. അപ്പോൾ 3/2 എന്ന് കിട്ടും. 3/2 എന്ന് കിട്ടും. എങ്ങനെയാണ്? 1/2നെ നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? 1/2 ഇപ്പോൾ പറഞ്ഞാണ് 1 × 2 2, 2 + 1 2 + 1 ചെയ്യുമ്പോൾ 3/2 എന്ന് കിട്ടും. ഇനി മാറ്റിയ എന്നിട്ട് നമുക്ക് എന്താണ്? അപ്പോൾ 1.5നെ നമ്മൾ സിമ്പിൾ ഫ്രാക്ഷനിലേക്ക് മാറ്റി. അപ്പോൾ 3/2 എത്ര ഭാഗമാണ് ഒരു പാത്രത്തിൻ്റെ? 3/4 ഭാഗമാണ്. ഇതിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? മുകളിൽ കൊണ്ടുപോയിട്ട് എന്താണ്? റെസിപ്രോക്കൽ 4/3 എന്നാക്കണം. അപ്പോൾ 3/2 × 4/3 മുകളിൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. റെസിപ്രോക്കലിനെ മുകളിൽ കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 3/2 / 3/4 എന്ന് പറയുന്നത് 3/4 ഭാഗമാണ് കേട്ടോ 1/2 ലിറ്റർ വെള്ളമുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്. 3/2 എന്നാക്കി. ടോട്ടൽ അപ്പം എത്ര വെള്ളമുള്ളത്? 3/4 ഭാഗമാണുള്ളത്. അതുകൊണ്ടാണ് 3/4 അടിയിൽ എഴുതുന്നത്. അപ്പോൾ 3/2 × റെസിപ്രോക്കൽ 4/3 എന്നായി. അപ്പോൾ 4 × 3 12, 2 × 3 6. അപ്പോൾ 1 × 6 6, 2 × 6 12. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 2 ലിറ്റർ എന്ന് കിട്ടും. 2 ലിറ്റർ വെള്ളമാണ് അതിൽ ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ. 2 of the 3 ribbons of the same length and half the third ribbon were placed end to end. It came to 1 meter. What is the length of the ribbon in centimeters? എന്താണ് പറഞ്ഞത്? 3 ഒരേ നീളമുള്ള റിബണുകളിൽ രണ്ടും മൂന്നാമത്തതിൻ്റെ പാതിയും ഹാഫും ചേർത്താൽ 1 മീറ്റർ ആകും. ഒരു റിബണിൻ്റെ നീളം എത്ര സെൻറ്റിമീറ്റർ എന്നാണ് ചോദിച്ചത്. 2 of 3 ribbons of the same length and 3 ഒരേ നീളമുള്ള റിബണുകളിൽ രണ്ടും മൂന്നാമത്തതിൻ്റെ ഹാഫും ചേർന്നാൽ 1 മീറ്റർ ആകുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഒരു റിബണിൻ്റെ നീളം എത്ര സെൻറ്റിമീറ്റർ ആണെന്നാണ് ചോദിച്ചേക്കണം. അപ്പോൾ നാലാമത്തെ ഇതിൽ നമുക്ക് ഒരു റിബണിൻ്റെ നീളം അറിയില്ല. അപ്പോൾ നമ്മൾ എക്സ് മീറ്റർ എന്ന് എടുക്കും. ഒരു വെറുതെ നമ്പേഴ്സ് ഒന്നും അറിയില്ല. അപ്പോൾ നമ്മൾ എക്സ് മീറ്റർ എന്ന് എടുക്കും. അങ്ങനെയാണെങ്കിൽ 2 റിബൺ എത്രയായിരിക്കും? 2x ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഹാഫ് റിബൺ എത്രയായിരിക്കും? ഹാഫിനെ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ്? 1/2 എന്നല്ലേ? അപ്പോൾ 1/2 x ആയിരിക്കും. ഒരു റിബൺ നമ്മൾ എക്സ് എന്ന് എടുത്താൽ 2 റിബൺ 2x, ഹാഫ് റിബൺ 1/2x. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ്? 2x + 1/2x = എത്രയാണ്? 1 എന്നാണ് പറഞ്ഞത്. അപ്പോൾ 2x + 1/2നെ നമുക്ക് എങ്ങനെ ചെയ്യണം? 1/2xനെ എങ്ങനെ ചെയ്യുന്നത്? 2 1/2നെ നമുക്ക് എങ്ങനെ സിമ്പിൾ ഫ്രാക്ഷനിലേക്ക് മാറ്റാം? 2 × 2 4, 4 + 1 5, 5/2 എന്നായി. 5/2 എന്നാവും. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 5/2 എന്ന് കിട്ടി. 2x + 1/2x എന്നുള്ളത് നമുക്ക് എത്രയാണ്? 5/2x എന്ന് കിട്ടി. = 1 എന്ന് കിട്ടി. ഇനി എക്സിനെ ഇവിടെ നിർത്തുക. ഇവിടെ ഇൻറ്റു ചെയ്തല്ലേ? എക്സിനെ ഇവിടെ നിർത്തുക. 5/2നെ ഇവിടെ ഇൻറ്റു ചെയ്തിരിക്കണേ. അതിനെ നമ്മൾ = അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് ഡിവിഷനായിട്ട് മാറും. അപ്പോൾ 1/ എത്രയാണ്? 5/2. പിന്നെ 5/2ൻ്റെ റെസിപ്രോക്കൽ നേരെ കാണുക. 5/2നെ എന്താണ് റെസിപ്രോക്കൽ കാണുമ്പോൾ താഴെയുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? മുകളിൽ കൊണ്ടുപോയി ഇൻറ്റു ചെയ്യുന്നു അല്ലേ? 5/2 മുകളിൽ കൊണ്ടുപോയി ഇൻറ്റു ചെയ്യുന്നു. അപ്പോൾ 1/5 × 2 എന്ന് കിട്ടി. 1 × 2 2/5. അപ്പോൾ x = എത്രയാണ്? 2/5 മീറ്റർ ആണ്. അത് നമ്മൾ സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 100 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ? 2/5 × 100. അപ്പോൾ 200/5 കിട്ടും. പിന്നെ 5 × 4 20. അപ്പോൾ 40 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. 40 സെൻറ്റിമീറ്റർ. ഇതാണ്